ഓക്കെ, നമ്മൾ വേവ് മോഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വേവ് മോഷൻ എന്താണെന്നും പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് എന്താണെന്നും അതിൻ്റെ എനർജി ഡെൻസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷർ വേരിയേഷൻ ഓഫ് പ്ലെയിൻ വേവ്സ് ആണ്. ഇത് ഈ മൊഡ്യൂളിൽ അവസാനത്തെ ടോപ്പിക്കാണ്. അപ്പോൾ ഇതും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊഡ്യൂള് നമുക്ക് അവസാനിക്കും. ഓക്കെ, അപ്പോൾ സോ വി ആർ കൺസിഡറിങ് ഹിയർ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലെ പ്രഷർ വേരിയേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ when a plane progressive longitudinal wave moves through a gas, the gaseous particles execute simple harmonic motion along the direction of propagation of the wave. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്സ് along the direction of propagation of the Okay, so the particles of the medium vibrates along the direction of the propagation, and the motion is such that the particles are executing simple harmonic motion. Okay, അപ്പോൾ the phase of these particles may vary regularly. Phase from point to points vary ചെയ്യും. The distance between the particles so change that at any instant particles are alternately crowded and spread out. അതായത് നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് റീജിയനിൽ കംപ്രഷൻ റെയറിഫ്രാക്ഷൻ നടന്നിട്ടാണ് ഇതിൻ്റെ എനർജി ട്രാൻസ്ഫർ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കംപ്രസ്ഡ് ആൻഡ് റെയറിഫ്രാക്ഷൻ ഏരിയയാണ് ക്രൗഡഡ് ആൻഡ് സ്പ്രെഡ് ഔട്ട് റീജിയൻ നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത്. ഹെൻസ് പ്രഷർ വാരീസ് ഫ്രം പാർട്ടിക്കിൾസ് ടു പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ഗ്യാസ്. അപ്പോൾ ഈ മീഡിയത്തിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസിൻ്റെ പ്രഷർ ഫ്രം പോയിന്റ് ടു പോയിന്റ് വാരി ചെയ്തിരിക്കും. ഈ കംപ്രസ്ഡ് ഏരിയയിൽ നിന്നും റെയറിഫാക്ഷൻ ഏരിയയിൽ നിന്നും ഈ പ്രഷർ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതിപ്പോൾ ഇതിൻ്റെ പ്രഷർ വാരിയേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രഷർ എങ്ങനെയാണ് പ്രഷർ വാരി ചെയ്യുന്നത് നമ്മൾ മനസ്സിലായി. അപ്പോൾ ആ വാരിയേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ let a progress wave be moving along the positive direction of x-axis. അപ്പോൾ ഒരു x-axis കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് നമ്മൾ കൺസിഡർ ചെയ്യണം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നൗ ഇമാജിൻ എ സിലിണ്ടറിക്കൽ ഗ്യാസ് കോളം ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൽഫ എലോങ് ദ x-axis. അപ്പോൾ നമ്മളൊരു സിലിണ്ടറിക്കൽ കോളം ഓഫ് വേവ് കൺസിഡർ ചെയ്യാണ്. when it is propagating through the medium, I can show a figure here. This is the figure. അപ്പോൾ ഇങ്ങനൊരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യണം. if it is not clear, അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ കോളം ഓഫ് ഏരിയ ആൽഫ നമ്മൾ കൺസിഡർ an equilibrium position, two right planes A and B being very close to each other of the gas column, situated at x and x plus delta x distance respectively from the origin. അതായത് ഇപ്പോൾ ഈ ഫിഗർ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിലിണ്ടറിക്കൽ ഗ്യാസ് കോളം ഓഫ് ഏരിയ ആൽഫ. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ രണ്ട് പ്ലെയിൻ റീജിയൻ കൺസിഡർ ചെയ്യാണ്. പ്ലെയിൻ റീജിയൻ എ ആൻഡ് ബി എന്ന് പറയുന്നൊരു പ്ലെയിൻ റീജിയൻ കൺസിഡർ ചെയ്യാണ് ഈ മീഡിയത്തിൽ, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഒറിജിൻ. ഇതാണ് ഒറിജിൻ. അപ്പോൾ എക്സ് ഡിസ്റ്റൻസിൽ എയും എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിൽ ബി. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ കാരണം ഈ എ ആൻഡ് ബി എന്ന് പറയുന്ന റീജിയൻ വളരെ ക്ലോസ് ടു ഈച്ച് അതർ ആണ്. ദ തിക്നെസ് ഈസ് വെരി തിൻ. അപ്പോൾ ഇതൊരു എക്സാജറേറ്റഡ് ഫിഗർ ആണ്, അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസിൽ ഇത് വരച്ചിരിക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി വെരി തിൻ ഏരിയ ഓഫ് വെരി സ്മോൾ തിക്നെസ് ഓഫ് ഡെൽറ്റ എക്സ് ആൻഡ് എ ആൻഡ് ബി ആർ at a distance x and x plus delta x from the origin respectively. This is in the equilibrium position. At some later instant, when the wave propagates, the particles of the medium in A are displaced by an amount of y to position A prime, and those of the plane B are displaced by an amount of y plus delta y to the position B prime.
അപ്പോൾ ഈ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്, അപ്പോൾ ഇങ്ങനെയാണ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ റീജിയൻ എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എ എന്ന് പറയുന്ന പ്ലെയിൻ എ പ്രൈമിലേക്കും ബി എന്ന് പറയുന്ന പ്ലെയിൻ ബി പ്രൈമിലേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആസ് ദ വേവ് പ്രൊപ്പഗേറ്റ്സ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇത് ഈ റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദിസ് എ പ്ലെയിൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ വൈ ആൻഡ് ദാറ്റ് ഓഫ് ബി പ്രൈം ഈസ് റെപ്രസെൻറ്റഡ് ബൈ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഓക്കെ. As dy by dx is the rate of change of displacement with distance. അപ്പോൾ y എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് x എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പോൾ dy by dx അല്ലെങ്കിൽ ഡോ y by ഡോ x എന്ന് പറഞ്ഞാൽ ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പോൾ വിച്ച് റെപ്രസെൻറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഡിസ്റ്റൻസ്. കാരണം ഇത് ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ക്യാൻ ബി ഗിവൺ ബൈ dy by dx. ഓക്കെ. സോ y plus delta y can be written as y plus dy by dx into delta x. അതായത് ഈ y പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പ്ലെയിനിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ കണ്ടില്ലേ, ഇതാണ് y പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന പ്ലെയിനിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് y പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ ഈ y പ്ലസ് ഡെൽറ്റ വൈനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? y എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ പൊസിഷനാണ്, ബി എന്ന് പറയുന്ന പൊസിഷനാണ്, പ്ലസ് dy dx ഓഫ് ഡെൽറ്റ എക്സ്. അതായത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ് ഇൻ ദ ചേഞ്ച് ഇൻ ദ ഡിസ്റ്റൻസ്. ഇതൊരു കൺവെൻഷണൽ റെപ്രസെൻറ്റേഷനാണ് മാത്തമാറ്റിക്സിൽ. അതായത് ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ ആ ചേഞ്ചിന്, സ്മോൾ ചേഞ്ചിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ്, ഇപ്പോൾ dy by dx ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു മാത്തമാറ്റിക്കൽ കൺവെൻഷനാണ്. സോ ഇനീഷ്യൽ വോള്യൂം ഓഫ് ദ ഗ്യാസ് കോളം ബിറ്റ്വീൻ ദ പ്ലെയിൻ എ ആൻഡ് ബി. ഇനീഷ്യൽ വോള്യൂം എ ആൻഡ് ബി എന്ന് പറയുന്ന റീജിയനിലെ വോള്യൂം എന്ന് പറയുന്നത്, ഇപ്പോൾ ആൽഫയാണ് ഏരിയ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്നതാണ് അതിൻ്റെ തിക്നെസ് വരിക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ ആൽഫ എന്ന്. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്ന ഏരിയ ആണെങ്കിൽ ഇപ്പോൾ എ ബി എന്ന് പറയുന്ന റീജിയൻ്റെ തിക്നെസ് എ ബി ആണ്. അപ്പോൾ അതിൻ്റെ വോള്യൂം എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു എ ബി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്നത്, ഇത് എക്സ് ആണ്, ഇത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ ഈ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. So that the volume can be represented as alpha AB, that is alpha into delta x. അപ്പോൾ ഇറ്റ്സ് ഫൈനൽ വോള്യൂം അപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഫൈനൽ വോള്യൂം എന്ന് പറയുന്നത് ഇതിൻ്റെ വോള്യൂം എ പ്രൈം ബി പ്രൈമിൻ്റെ വോള്യൂമാണ്. എ പ്രൈം ബി പ്രൈമിൻ്റെ വോള്യൂം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏരിയ ആൽഫയാണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് എ പ്രൈം ബി പ്രൈം ആണ്. സോ ദാറ്റ് വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഫൈനൽ വോള്യൂം ആസ് ആൽഫ ഇൻറ്റു എ പ്രൈം ബി പ്രൈം. ഓക്കെ. അപ്പോൾ എ പ്രൈം ബി പ്രൈം എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വിഡ്ത്താണ്. ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആണ്. ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആണ്. ഇതിൻ്റെ വിഡ്ത്ത്, ഇത് ഡെൽറ്റ എക്സ് ആണ്, ഇതിൻ്റെ വിഡ്ത്ത് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആണ്. അത് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ ടോട്ടൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ലെങ്ത് എന്താണ്? അതായത് ഫ്രം ഒറിജിൻ ടു ബി പ്രൈം. അപ്പോൾ ഒറിജിൻ ടു ബി പ്രൈം ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഒറിജിൻ ടു ബി പ്രൈം എന്ന് പറയുന്ന ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്?
ഒറിജിൻ ടു ബി വരെയുള്ളത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഇവിടം മുതൽ ഇവിടം വരെ ബി ടു ബി പ്രൈം എന്ന് പറയുന്നത് പ്ലസ് വൈ പ്ലസ് ഡെൽറ്റ വൈ. ഇതാണ് ഒ ബി പ്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒ ബി പ്രൈമിൽ നിന്ന് ഒ എ പ്രൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ പ്രൈം ബി പ്രൈമിൻ്റെ വിഡ്ത്ത് കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ഒ എ പ്രൈം? ഒ എ പ്രൈം ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അതായത് ഒയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ്. ദിസ് ഈസ്, അതായത് ഒ ബി പ്രൈം ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഒ ബി പ്ലസ് ബി പ്രൈം. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒ എ പ്രൈം നമുക്ക് എങ്ങനെ കിട്ടും? ഒ എ പ്രൈം എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ പ്രൈം, ഒ എ പ്ലസ് എ പ്രൈം. സോ ദാറ്റ് ഒ എ പ്രൈം. അപ്പോൾ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒ എക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഒ എ എന്ന് പറയുന്നത് എക്സ് ആണ്, എ പ്രൈം എന്ന് പറയുന്നത് വൈ ആണ്. ഓക്കെ, അപ്പോൾ ഒ എ പ്രൈം ഒ ബി പ്രൈം നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്രൈം ബി പ്രൈം ആണ്. വാട്ട് ഈസ് എ പ്രൈം ബി പ്രൈം? എ പ്രൈം ബി പ്രൈം ഈസ് ഈക്വൽ ടു ഒ ബി പ്രൈം മൈനസ് ഒ എ പ്രൈം. സോ ഒ ബി പ്രൈം എന്ന് പറയുന്നത് ഇതാണ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് വൈ പ്ലസ് ഡെൽറ്റ വൈ. അതിൻ്റെ ഒ എ പ്രൈം എന്ന് പറയുന്നത് മൈനസ് എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. സോ ദാറ്റ് വിച്ച് ഈസ് എ പ്രൈം ബി പ്രൈം. അങ്ങനെയാണ് എ പ്രൈം ബി പ്രൈമിൻ്റെ വിഡ്ത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ നമ്മളിവിടെ ഈ വിഡ്ത്തിന് എ പ്രൈം ബി പ്രൈമിന് വിഡ്ത്തിന് നമ്മൾ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ വൈനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡെൽറ്റ വൈ എന്ന് പറയുന്ന ടേമാണ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, അതല്ലെങ്കിൽ ഡോ വൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നുള്ളത്. അപ്പോൾ ദിസ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ വൈ. അപ്പോൾ ഇവിടെ നമ്മൾ ആൽഫ ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈനെ ഡോ വൈ ബൈ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിട്ടാണ് വരിക. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം ഇതാണ്, ഫൈനൽ വോളിയം ഇതാണ്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് വി ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വോളിയം ഫൈനൽ മൈനസ് വോളിയം ഇനീഷ്യൽ, which is equal to alpha into x plus dy by dx into delta x minus ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ആൽഫ ഇൻറ്റു ഇവിടെ ഡെൽറ്റ എക്സ് ആണ്, അതാണ് ഞാൻ നോക്കുന്നത്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ആൽഫ ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് കിട്ടുക ആൽഫ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നാണ്. ഓക്കെ, ഈ ടൈം ക്യാൻസലായി പോകും. ബാക്കി ഇതാണ് കിട്ടുക. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് ആൽഫ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദ വോളിയം സ്ട്രെയിൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം. അപ്പോൾ ദിസ് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം ആൻഡ് ദിസ് ഈസ് ദ ഒറിജിനൽ വോളിയം. സോ ഇഫ് യു ആർ ഡിവൈഡിങ് ദീസ് ടു ടേംസ് വി വിൽ ഗെറ്റ് this 10 alpha delta x and alpha delta x will cancel out, so you will get dy by dx. This is the volume strain, that is change in volume to original volume. If E is the bulk modulus of the gas, then E is equal to volume stress by volume strain. So you have already studied in your properties of matter module what are bulk modulus or the so it's the volume stress by volume strain. Okay, so this can be represented as volume stress is decrease in pressure.
can be represented as decrease in pressure and volume strain as volume strain itself. അതായത് ഈ വോളിയം സ്ട്രെസ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ വോളിയം സ്ട്രെസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രഷർ വേരിയേഷൻ കൊണ്ടാണ്. അപ്പോൾ ആ പ്രഷർ വേരിയേഷൻ കംപ്രസ്ഡ് റീജിയൻ, റിഫ്രാക്ഷൻ റീജിയൻ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. പിന്നെ ഈ വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, പ്രഷർ കുറയുന്ന സമയത്ത് വോളിയം കൂടും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ -P/dy/dx ആണ് നമ്മൾ വോളിയം സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? P is equal to -E into dy/dx കിട്ടും. E എന്ന് പറയുന്നതാണ് ബൾക്ക് മോഡുലസ്. ഓക്കെ, therefore P can be represented at dy/dx. അപ്പോൾ ഇതാണ് പ്രഷർ, which represents the variation of pressure in case of longitudinal progressive wave traveling through a gas. അപ്പോൾ പ്രഷർ വേരിയേഷൻ എങ്ങനെയാണ്, പ്രഷറിൻ്റെ വേരിയേഷൻ എമൗണ്ട് എത്രയാണ് നമുക്ക് മനസ്സിലായി. ഇതാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഹിയർ ദ നെഗറ്റീവ് സൈൻ ഷോ ദാറ്റ് ഇൻ ഇൻക്രീസിംഗ് വോള്യൂം ഈസ് കോസ്ഡ് ബൈ ഡിക്രീസ് ഇൻ പ്രഷർ. ഇഫ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ വോള്യൂം, P will positive. That's what I explained just before. So that's why the negative sign comes here. Okay, so this is the amount of pressure varying when a longitudinal wave propagates in the medium. If the equation of the plane waves is taken to be y is equal to a sin 2 pi by lambda vt minus, this is one representation of plane progressive wave. So this is the equation of displacement. So if we are taking the derivative with respect to x, we will get the equation like differentiate this function with respect to x, we will get this function like this. So instead of dy/dx, we can substitute this expression in the equation of pressure. So there is a minus sign in dy/dx. So this minus sign and this minus sign will cancel out each other and it will become positive, so that this will be the equation of pressure will be this. And we are substituting 2 pi a e by lambda as P0, so that this equation will become P0 cos 2 pi by lambda into Vt minus x. Where V is the wave velocity and A is the wave amplitude. So A is the amplitude and V is the velocity of the wave. So P0 is the term here. Now y is equal to dy/dt represents the particle's velocity. So y dot will be 2 pi Va by lambda. That is, we are differentiating this y term with respect to t. This is dy/dx. We are differentiating this y with respect to t. So we will get the velocity like this equation. So we can write the pressure as, in terms of velocity, pressure as E into y by v. Because we have because P is this expression. Sorry, P is this expression. So this term appear here, E, and an additional term V will come because y dot is equal to 2 pi Va by lambda into cos 2 pi lambda into Vt. So that we can represent this equation as E into y by v, because an additional term v appearing here. You just write down the equation in your note and substitute this, you will get like this. So P is equal to E into y by v. The rate of change of pressure is dP/dx. Rate of change of pressure എന്ന് പറയുന്നത് variation of pressure ആണ്. അപ്പോൾ ചേഞ്ച് നമുക്ക് dP/dx ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. Then the pressure difference across a small element AB is
ഡെൽറ്റ പി. അപ്പോൾ പ്രഷറിലുള്ള വേരിയേഷൻ നമ്മൾ ഡെൽറ്റ പി. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത പോലെ ചേഞ്ച് ഇൻ പ്രഷർ ഡെൽറ്റ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. അതിന് ഇതുപോലെ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്ത പോലെ ഡി പി ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഡി പി ബൈ, അതായത് ദ വേരിയേഷൻ ഓഫ് പ്രഷർ along the direction of x with respect to x, അതാണ് ഈ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഹെൻസ് ദ ഫോഴ്സ് ഓൺ ദിസ് എലമെൻറ്റ് ഈസ് ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഇൻറ്റു ഏരിയ വിൽ ഗിവ് യു ദ ഫോഴ്സ്. കാരണം ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ് പെർ ഏരിയ ആണ്. സോ ദാറ്റ് ഫോഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഫോഴ്സ് ഇൻറ്റു ഏരിയ. ഇതൊരു ജനറൽ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളൊരു സ്മോൾ എലമെൻ്റൽ ഏരിയ ആൽഫ കൺസിഡർ ചെയ്താൽ ആ റീജിയനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ദ ചേഞ്ച് ഇൻ വേരിയേഷൻ ഓഫ് പ്രഷർ ഇൻ ദാറ്റ് റീജിയൻ ഇൻറ്റു ദ ഏരിയ ഓഫ് ദാറ്റ് റീജിയൻ. സോ ദാറ്റ് the force will become delta P into alpha. So this can be represented as dP by dx into delta x into alpha. Okay. അപ്പോൾ ഇവിടെ dP by dx എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ ആൽഫ ഡെൽറ്റ എക്സ് ഇതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഈ dP by dx നമുക്ക് എങ്ങനെ എഴുതാം? d by dx of p എന്ന് എഴുതാം. ആ പിക്ക് നമുക്ക് പിയുടെ നേരത്തെ എക്സ്പ്രഷൻ കൊടുക്കാം, മൈനസ് ഇ ഇൻറ്റു dy by dx വിച്ച് ഇസ് പി. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ആൽഫ ഡെൽറ്റ എക്സിൻ്റെ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇഫ് റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് ദെൻ ദ മാസ് ഓഫ് ദ എലമെൻറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ റോ എക്സ് ഇൻറ്റു ആൽഫ ഡെൽറ്റ എക്സ് ഇൻറ്റു റോ. അതായത് റോയാണ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്യാസിൻ്റെ ഡെൻസിറ്റി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം വിൽ ഗിവ് യു ദ മാസ്. കാരണം വോള്യൂം എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോള്യാണ്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കിട്ടും. മാസ് ഇസ് വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ ദിസ് വിൽ റെപ്രസെൻറ്റ്സ് ദ വോള്യൂം ആൻഡ് ദിസ് ഇസ് ദ റോ. അപ്പോൾ ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് വിൽ റെപ്രസെൻറ്റ്സ് ദ മാസ് ഓഫ് ദ ഗ്യാസ്. as the force on the element is in the direction b prime a prime, hence the acceleration due to this force will be minus d square y by dt square. അപ്പോൾ y ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. y ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ dy by dt എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റിയും d square y by dt square എന്ന് പറയുന്നതിൻ്റെ ആക്സിലറേഷനും ആയിരിക്കും. അപ്പോൾ ഈ പ്രഷറിൻ്റെ വേരിയേഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രഷറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ കംപ്രഷനും റയറിഫാക്ഷൻ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ആക്സിലറേഷൻ നമ്മൾ നെഗറ്റീവ് സൈനായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ വിച്ച് ഈസ് ദ ഫോഴ്സ്. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ മാസ് ഇതാണെന്ന് കിട്ടിയിട്ടുണ്ട്, ഇതാണ് ആക്സിലറേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അപ്പോൾ ഇതൊരു ഫോഴ്സ് ടേം. പിന്നെ നമ്മൾ ഫോഴ്സ് ഇത്തരത്തിലും കണ്ടുപിടിച്ചിട്ടുണ്ട്, അതായത് പ്രഷർ ഇൻറ്റു ഏരിയ എന്നുള്ള തരത്തിൽ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. നമ്മൾ രണ്ട് എക്സ്പ്രഷൻ വെച്ച് എഴുതിയെന്നുള്ളൂ. അപ്പോൾ വി ക്യാൻ ഇക്വേറ്റ് ദീസ് ടു ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ ബൈ റോ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദ വേവ്സ് ട്രാവലിംഗ് ഇൻ എ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റിങ് എ വേവ് ട്രാവലിംഗ് ഇൻ എ ഗ്യാസ്. അപ്പോൾ നമ്മൾ ഇതേപോലൊരു എക്സ്പ്രഷൻ നമ്മൾ പ്ലെയിൻ വേവ് പഠിക്കുമ്പോൾ തുടക്കത്തിൽ വേവ് മോഷൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അതെങ്ങനെയായിരുന്നു? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/v സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്, വേവ് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് ഇക്വേഷനാണെന്ന് ഞാൻ അന്നേരം പറഞ്ഞിരുന്നു. ആ ഇക്വേഷനെ പോലെ തന്നെയാണ് ഈ ഇക്വേഷൻ. നോക്കൂ, ഡോ സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ ബൈ റോ. ഇൻസ്റ്റെഡ് ഓഫ് 1/v സ്ക്വയർ ഹിയർ ഇറ്റ് ഈസ് ഇ ബൈ റോ ആൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ wave traveling in a gas. Okay, yes, here it is discussing. Compare it with
സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ വേവ് മോഷൻ. അപ്പോൾ നമ്മൾ വേവ് മോഷൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ we will get v square is equal to e by rho. So here it will be v square, here it will be c square. It will be 1 by v square if you are writing in terms of dou square y by dou x square. അതായത് dou square y by dou x square എന്ന് എഴുതുമ്പോഴാണ് ഇതിനെ 1 by v square into dou square y by dou t square എന്ന് പറയുന്നത്. എനിക്ക് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്താൽ ഈ വി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ് കിടക്കുന്നത്? ഇ ബൈ റോ ആണ്. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ ബൈ റോ ഓർ വി ഇസ് ഈക്വൽ ടു ഇ ബൈ റോ എന്ന് കിട്ടി. So thus the velocity of longitudinal waves in a gas depends upon the elasticity and the density of the medium. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റിയാണ്, അതായത് ബൾക്ക് മോഡുലസ് ആണ്. ആൻഡ് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെലോസിറ്റി ആൻഡ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ മീഡിയം. ദിസ് ഈസ് ഫസ്റ്റ് ഡെഡ്യൂസ്ഡ് ബൈ ന്യൂട്ടൺ ആൻഡ് ഹെൻസ് ഈസ് കോൾഡ് ന്യൂട്ടൺസ് ഫോർമുല. അപ്പോൾ ഇതിനെ ന്യൂട്ടൺസ് ഫോർമുല എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ന്യൂട്ടൺ ആണ് ഇത് ഫസ്റ്റ് ഡിഡക്ട് ചെയ്തത്. ന്യൂട്ടൺ അസ്യൂംഡ് ദാറ്റ് ഡ്യൂറിങ് alternate compression and rarefaction occurring when a sound wave travels through a gaseous medium, the temperature remains constant. Therefore, he put the isothermal value of the elasticity E, which is equal to the pressure of the gas. അതായത് ന്യൂട്ടൺ ഇത് ഇങ്ങനെ ഒരു ഡിഡക്ഷൻ നടത്തിയത് ബൈ ദ അസംഷൻ ദാറ്റ് ഈ പ്രഷർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വേവ് പ്രൊപ്പഗേറ്റീസിൻ്റെ കംപ്രഷൻ റയറിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കംപ്രഷൻ റയറിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് അപ്പോൾ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ കംപ്രഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. റയറിഫ്രാക്ഷൻ നടക്കുമ്പോൾ എക്സ്പാൻഷൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ കുറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഇത് ഒരു ഐസോതെർമൽ പ്രോസസ്സായിട്ടാണ് ന്യൂട്ടൺ ഇതിനെ കൺസിഡർ ചെയ്തത്. അതായത് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ വേരിയേഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ദ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ദ പ്രഷർ. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രഷറായിട്ട് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബൾക്ക് മോഡുലസ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഓൺലി ദ വേരിയേഷൻ ഓഫ് പ്രഷർ. അപ്പോൾ നമുക്ക് പ്രഷറായിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഇ ബൈ റോ എന്നുള്ള ഇക്വേഷനെ വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി ബൈ റോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ന്യൂട്ടൻ്റെ ഫോർമുല ഉണ്ടായത്. ഇപ്പോൾ ന്യൂട്ടൻ്റെ അസംഷൻ ഐസോതെർമൽ പ്രോസസ് ആണെന്നും ടെമ്പറേച്ചർ വാരി ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ ഫോർമുല നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കാൽക്കുലേഷൻ ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് NTP. അപ്പോൾ നമ്മളിതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണല്ലോ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം വെലോസിറ്റി ഇത് നോക്കുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് നോർമൽ പ്രഷർ, ഇതാണ് NTPയിലെ കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ ഈ പ്രഷർ എന്ന് പറയുന്നത് ഇതാണ്, അതായത് 0.76 mm ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതായത് ഇതിൻ്റെ SI യൂണിറ്റിലേക്ക് ഉള്ള കൺവേർഷനാണ്. ഡെൻസിറ്റി ഓഫ് ദ എയർ 1.293 kg/m3. നമ്മളിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 280 m/s എന്നാണ് വരുന്നത്. ബട്ട് ദ എക്സ്പെരിമെൻ്റൽ വാല്യൂ ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 332 m/s നിയർലി, വിച്ച് ഡസ് നോട്ട് അഗ്രി വിത്ത് ദ തിയറിറ്റിക്കൽ വാല്യൂ ആസ് ഒബ്റ്റൻഡ് ബൈ ന്യൂട്ടൺ. അപ്പോൾ ന്യൂട്ടൻ്റെ ഈ ഫോർമുല പ്രകാരം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 280 m/s ആണ് കിട്ടുന്നതെങ്കിൽ ആക്ച്വൽ വാല്യൂ എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് 332 m/s ആണ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്നില്ല, അത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഏകദേശം ഒരു 50 m/s വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ വേണം. സോ ദ ഫസ്റ്റ് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ for this discrepancy is given by Laplace in 1817. അപ്പോൾ ഇതിനൊരു ഈ ഡിസ്ക്രിപ്പൻസി റിമൂവ് ചെയ്താലാണ് ഇതിൻ്റെ തിയറി കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ, ഡിസ്ക്രിപ്പൻസി റിമൂവ് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു കറക്റ്റ് തിയറി ആദ്യം മുന്നോട്ട് വെച്ചത് ലാപ്ലേസ് ആണ് in 1870. സോ അപ്പോൾ അതിനെ നമ്മൾ ലാപ്ലാസ് കറക്ഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ലാപ്ലാസ് കറക്ഷനും കൂടി അപ്ലൈ ചെയ്താലാണ് ഇത് പൂർത്തിയാവുള്ളൂ. ലാപ്ലാസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് the compression and rarefaction in sound waves occurs so rapidly
that heat produced during the compression and cooling during refraction. The heat cannot go out or come in. Thus the temperature does not remain constant and the change is adiabatic. അപ്പോൾ ന്യൂട്ടൻ്റെ അസംഷൻ പ്രകാരം അതൊരു ഐസോതെർമൽ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ടെമ്പറേച്ചർ വാരി ചെയ്യുന്നില്ല, ത്രൂ ഔട്ട് ദ പ്രോസസ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. പക്ഷേ ലാപ്ലേസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കംപ്രഷനും റിഫ്രാക്ഷനും നടക്കുമ്പോൾ ടെമ്പറേച്ചർ വാരി, അതായത് കംപ്രഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയും റിഫ്രാക്ഷൻ നടക്കുമ്പോൾ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ടെമ്പറേച്ചർ കുറയുകയും നടക്കുന്നു. അപ്പോൾ പുറത്തുനിന്ന് ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല സിസ്റ്റത്തിനകത്തേക്ക്. സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് വാരിയിങ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവാനുള്ളൊരു സാധ്യത അവിടെ ഇല്ല, ടെമ്പറേച്ചർ വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രോസസ്സ് ഐസോതെർമലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എൻ അഡയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ അഡയബാറ്റിക് പ്രോസസ്സിൽ കണ്ടീഷനിൽ ഇ എന്ന് പറയുന്നത് ബൾക്ക് മോഡൽസ് എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു പി ആണ്. ഇതൊരു അഡയബാറ്റിക് ഫാക്ടറാണ്. ഗാമ ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് CP/CV, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് കിട്ടും? ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 1.4 ഫോർ എയർ. അപ്പോൾ എയറിന് ഇതിൻ്റെ വാല്യൂ 1.4 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇസ് ഈക്വൽ ടു സിംപ്ലി പി അല്ല, ഇവിടെ അത് അഡയബാറ്റിക് ആകുമ്പോൾ ഈ എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു പി എന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഗാമ ഇൻറ്റു പി ബൈ റോ എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ, അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഓഫ് പി ബൈ റോ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ 280 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 1.41 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 332.5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പോൾ ഈ നമ്മുടെ എക്സ്പെരിമെൻ്റൽ വാല്യൂ ഓഫ് എന്ന് പറയുന്നത് 332 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് നോക്കൂ, ഇത് തമ്മിൽ എത്ര ക്ലോസ് ആണെന്ന്. സോ ദ ഡിസ്ക്രിപ്പൻസി ഈസ് റിമൂവ്ഡ് ബൈ ലാപ്ലാസ് കറക്ഷൻ. അപ്പോൾ ലാപ്ലാസിൻ്റെ അസംഷൻ ഇതൊരു അഡയബാറ്റിക് പ്രോസസ്സാണെന്നായിരുന്നു. ന്യൂട്ടൻ്റെത് ഐസോതെർമലായിരുന്നു. അപ്പോൾ അതാണ് ലാപ്ലാസിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഡിസ്ക്രിപ്പൻസി ഈസ് റിമൂവ്ഡ് ബൈ ലാപ്ലാസ്. ഫോർ 1 gram molecule m of gas, PV is equal to RT, where m is the molecular weight of the gas. Hence, V by m is equal to 1 by rho. ഇത് മാസ് വോളിയം ബൈ മാസ് ആണ്. അപ്പോൾ അത് റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇസ് ഈക്വൽ ടു RT by PM, because PV is equal to RT, so that we can write V as RT, and this is RT by P. V is equal to RT by P, so RT by P into M. This term, that is V is equal to RT by M. So this term can be written as RT by M into rho. Okay, so velocity of sound V is equal to gamma P by rho will become gamma into RT by M. Okay, gamma into RT by M. So we are substituting this value here. Hence the velocity of sound does not depend on the pressure, and it is proportional to the square root of absolute temperature. അപ്പോൾ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതിനെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിനെയാണിത്. കാരണം പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടി ആണല്ലോ ടെമ്പറേച്ചർ. If the velocity of sound at 0 degrees Celsius, that is at absolute temperature, is V0, and Vt at 0 t degrees Celsius, that is at absolute temperature 273 plus T, which is T, then evidently Vt by V0 will give you the value square root of T by T0, because velocity is proportional to temperature. അപ്പോൾ ടിയിലും സീറോയിലും ടിയിലും ഉള്ള ടെമ്പറേച്ചറിനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത് ആ ടെമ്പറേച്ചറിലെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി വി ക്യാൻ റെപ്രസെൻറ്റ് Vt by V0 as square root of T by T0.
ഓക്കെ.